ഹലോ ഗൈസ്, ഞങ്ങൾ നാട്ടിലെത്തിയിട്ടോ. നാട്ടിലത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബിജുവേട്ടൻ്റെ വീട്, മായന്നൂരാണ്. അപ്പോൾ അവിടുത്തെ വീടും പരിസരമുള്ള ചെറിയ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവരെയൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണതിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു സമ്മതം ഇല്ലാണ്ട് പറ്റില്ല. നോക്കട്ടെ. അപ്പോൾ ഇതാ ഞങ്ങൾ മായന്നൂർ കുത്താമ്പുള്ളി പാലം നിർമ്മിക്കുന്നുണ്ട് കേട്ടോ. അത് കാണാനായിട്ട് ഞാനും ഏട്ടനും മിന്നും അനിയൻ്റെ മോനും കൂടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് കേട്ടോ, പോണ വഴിക്കുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ കേട്ടോ. ഇത് നമ്മുടെ അമ്മിനിയത്തിൻ്റെ തൊട്ടടുത്ത വീടാണ്. നല്ല രസമാട്ടോ, കാണാൻ നല്ല വൈബാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറത്തെ എല്ലാ കാഴ്ചകളും ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തിയേറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണതാണ് കേട്ടോ. ഇത് കനാല് പാലാണ്. ഇവിടുന്നാണ് നമ്മൾ മായന്നൂർ കുത്താമ്പുള്ളി ബ്രിഡ്ജ് വരുന്നത് കേട്ടോ. പണ്ട് പുഴ ക്രോസ് ചെയ്തിട്ട് പോവാൻ, ഇല്ലെങ്കിൽ റോഡ് കുറച്ച് ചുറ്റി വളഞ്ഞിട്ട് വേണം പോവാൻ. അപ്പോൾ ഈ ഹൈവേ പാലൊക്കെ വരണേ കൊണ്ടുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ യാത്ര എളുപ്പമാവും കേട്ടോ. അതായത് കുത്താമ്പുള്ളിക്ക് അധിക ദൂരം ഉണ്ടാവില്ല, ഒരു 10 മിനിറ്റിലെത്താം. അപ്പോൾ അതൊക്കെ തന്നെ വലിയൊരു നേട്ടങ്ങളാണ്. ഈ എന്താ ഇത് പറയുക, പൂവാകിയോ, നല്ല ഭംഗിയിലേ കാണാൻ, നല്ല രസമാട്ടോ. നാട്ടിൽ മുഴുവൻ ഈ പൂവാകിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഓറഞ്ച് കളറിൽ നിൽക്കുന്നത് കാണാൻ തന്നെ കാഴ്ച കേട്ടോ. അപ്പോൾ ഈ സ്ഥലമൊക്കെ വെട്ടി എങ്ങനെയൊക്കെയാണോ ഈ ഹൈവേ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. സമ്മതിക്കണം, നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല കേട്ടോ. പ്ലേസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വന്നിട്ട് തന്നെ കണ്ടിട്ട് അത്ഭുതം തോന്നി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അടുത്തെത്താറായിട്ടോ. അപ്പോൾ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ തീരുമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊല്ലമൊക്കെ എടുക്കുമോ അറിയില്ല, കറക്റ്റായിട്ട് എപ്പോൾ തീരും എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ അത് കണ്ടോ, അതായത് അപ്പുറത്തും ഇപ്പുറത്തും പുഴയാണ് കേട്ടോ. അപ്പോൾ നടുക്കിലാണല്ലോ ഈ പാലം വരുന്നത്. അപ്പോൾ അവിടെ പണി നടത്താൻ വേണ്ടിയിട്ട് അവർ എന്താ പറയുക, തടയണയോ അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ പുഴയെ കുറച്ചൊന്ന് മൂടിയിട്ടുണ്ട് കേട്ടോ. എന്നാലേ അവർക്ക് പണി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര കഷ്ടപ്പാടുള്ള പണിയാണെന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവട്ടെ. എത്ര കൊല്ലങ്ങൾ എടുക്കണതാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ നടുക്കിൽ അപ്പുറത്തും ഇപ്പുറത്തും പുഴയിൽ നമ്മുടെ ഗായത്രി പുഴയാണ്. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കേട്ടോ. നല്ല വെള്ളം പറഞ്ഞ് നല്ല വെള്ളം, കാലൊന്നും കഴുകാനായിട്ട് നമുക്ക് വെക്കാനോ ഒന്നിനും പറ്റില്ല കേട്ടോ. അത്യാവശ്യം നല്ല വെള്ളമുണ്ട് പുഴയിൽ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ചൂടിനും ഒക്കെ നല്ലൊരു കുറവുണ്ട് അവിടെ നിൽക്കുമ്പോൾ. പക്ഷെ നമ്മൾ സൂക്ഷിക്കണം, മുകളിൽ ഈ പാലത്തിൻ്റെ പണി നടക്കുന്ന കാരണം എന്തെങ്കിലുമൊക്കെ തലയിൽ വീണാൽ കഴിഞ്ഞു കഥ കേട്ടോ. നമ്മൾ സൂക്ഷിക്കും വേണം. നല്ല രസമുണ്ട് കേട്ടോ. ഇതല്ലാണ്ട് പുഴയുടെ വേറെ വേറെ കാഴ്ചകളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. പിന്നെന്താ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ വീഡിയോസായിട്ട് പിന്നെ വരാം കേട്ടോ.